നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികൾ വളർത്തിയെടുക്കേണ്ട നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകളെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം, അക്കാഡമിക് ഇയർ എല്ലാം എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, എക്സാമുകളൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി വരുന്ന ഈ സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാരൻസും കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകളാണ്. അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതത്തെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൂടുതലും പാരൻസൊക്കെ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് പോലെയാണ് പൊതുവിൽ കാണുന്നത്. കുട്ടികളൊക്കെ ഒരു വലിയ സംഭവമാണ്, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ എന്നുള്ള തരത്തിലുള്ള ഒരു ലേണിംഗ് ആണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, റീഡിംഗ് ആണ് പൊതുവിൽ കുട്ടികളൊക്കെ കാണുന്നവർ, പ്രത്യേകിച്ച് ടീനേജിലും അല്ലെങ്കിൽ ടീനേജിന് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേയൊക്കെ. അപ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രെങ്സും ഉണ്ടാവും, സ്ട്രെങ്ത് ആയിട്ടുള്ള പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള പാർട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ വീക്ക്നെസ്സിനെ മേൽ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഓവറാൾ ഡെവലപ്മെൻറ്റ് ഒരു ഇൻഡിവിജ്വൽ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. അപ്പോൾ അത് പാരൻസും കുട്ടികളും മനസ്സിലാക്കി അത്തരത്തിൽ ഒരു പേഴ്സണാലിറ്റി വൈസ് വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിതെന്ന് ഉള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ അവർ മാക്സിമം പെർഫോമൻസ് കൂട്ടുക അല്ലെങ്കിൽ മാക്സിമം മാർക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമിലായിരിക്കും കുട്ടികളെ വളർത്തി വരിക, അല്ലെങ്കിൽ അവർ പഠിച്ചു വരിക. അപ്പോൾ ഇനി അതിൽ നിന്നൊക്കെ മാറി ജീവിതത്തെ കുറേ കൂടെ തന്നെ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും ഓണസ്റ്റായിട്ടും ഒക്കെ സമീപിക്കുന്നതിന് വേണ്ടിയും ഒരു ഇമോഷണലായിട്ടുള്ള ഒരു വാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനും വളരെ സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ മോൾഡിംഗ് ആണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫോസ്റ്ററിങ് ഡിപ്പെൻഡൻസി പൊതുവിൽ കാണാറുണ്ട്. അതായത് കുട്ടികളെയൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് വരുന്നത് ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് വളർന്നു വരിക എന്നുള്ളതിനേക്കാൾ ഉപരി പാരൻസ് അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് പല കുട്ടികളെയും ഇന്ന് വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അത് അവരുടെ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളത് പാരൻസൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഒരു 15 വയസ്സാകുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ്, 18 വയസ്സാകുമ്പോൾ സെക്കൻഡ് സ്റ്റേജ്, അത് കഴിഞ്ഞാൽ മാരേജ് കഴിയുമ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് ഈ ലോകത്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം പാരൻസൊക്കെ കൂടുതലും എയിം ചെയ്യുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഒരു സേഫ്റ്റി സോൺ, ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പല കുട്ടികളെയും വളർത്തിക്കൊണ്ട് വരുന്നത്. അത് വളരെ ബാഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എത്രത്തോളം ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഈസി ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കുട്ടികൾ വളർന്നു വരുമോ അത്രത്തോളം വീക്ക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും പിന്നീട് വരിക. അതേസമയം എത്രത്തോളം ടഫ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കുട്ടികൾ കടന്നു വരുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും എന്നുള്ള വസ്തുത പാരൻസ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ വസ്തുതയാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി ഫോസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം കഴിവതും ഒഴിവാക്കുന്നതാണെന്നാൽ അത് പാരൻസിലാവാം, ഗവൺമെൻറ്റിലാവാം, മറ്റ് ഐഡിയോളജീസിലാവാം, ഫ്രീ ബിസിലാവാം, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളിലുള്ള ഡിപ്പെൻഡൻസി ആവാം. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒരു വർക്ക്, ഹാർഡ് വർക്ക് ചെയ്ത് ലൈഫ് കുറേ കൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് പാത്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഹൗസ് ഹോൾഡ്
എപ്പോഴും പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നതായിട്ട് കാണുന്നത്. അതേസമയം നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വീട്ടിൽ ചെയ്യേണ്ടുന്ന ജോലികൾ, അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഗാർഡനിങ്, ക്ലീനിങ്, മറ്റ് ആക്ടിവിറ്റീസ്, കുക്കിംഗ്, അതെല്ലാം തന്നെ ചെയ്യിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരേണ്ടുന്ന നോൺ അക്കാഡമിക് സ്കില്ലുകളിൽപ്പെട്ട അവയാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ ആൺകുട്ടികൾ അവരുടേതായ ജെൻഡർ റോളുകൾ ട്രഡീഷണലായിട്ട് പ്ലേ ചെയ്ത് വരുന്ന റോളുകൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. പെൺകുട്ടികൾക്ക് അവരുടേതായ ജെൻഡർ റോളുകൾ അനുസരിച്ച് അവരുടേതായ റോളുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടഡായിട്ട് റിയാലിറ്റി ബേസ് ചെയ്ത് കുട്ടികൾ വളർന്നു വരുമോ അത്രത്തോളമാണ് അവരുടെ ഒരു ഫ്യൂച്ചറിൽ അവർ നേരിടാൻ പോകുന്ന വേൾഡിലുള്ള പ്രോബ്ലംസിനെയൊക്കെ ഫേസ് ചെയ്യാൻ എംപവറായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുക എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴും നമ്മുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ യങ്ങർ ജനറേഷനിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടീനേജ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് പ്യൂബർട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈക്കോളജിക്കൽ മെച്യൂരിറ്റി, അതായത് ഒരു മെച്യൂരിറ്റി എത്തുന്നത് വരെയാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മെച്യൂരിറ്റി എത്തുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ലൈഫിൽ മുന്നോട്ട് ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി എടുക്കുകയും അതിന് വേണ്ടിയിട്ട് അത് എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം അവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ മെച്യൂരിറ്റിയിലേക്ക് അവരെത്താത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം മെച്യൂരിറ്റിയിലേക്ക് അവരെത്തണമെങ്കിൽ അവർക്ക് ഫ്രീഡം അത്യാവശ്യമാണ്. അവർ ഡിറ്റാച്ച്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വോളണ്ടറിലി നമ്മൾ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും നമുക്ക് വേണം. ഇപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കൊരു മെച്യൂരിറ്റി ലെവലിലേക്ക് വരാനായിട്ട് കഴിയുക എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അതോടൊപ്പം ഫാമിലി, മാരേജ്, അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ ഉള്ളിലെത്തിക്കേണ്ടുന്നതും ഈ ഒരു സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട നോൺ അക്കാഡമിക് സ്കില്ലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കുട്ടികൾ മറ്റു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഗെയിംസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങളാണ് നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈം അല്ലെങ്കിൽ നോൺ അക്കാഡമിക് സ്കില്ല് ബേസ് ചെയ്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടുന്നത് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ നല്ല ഒരു അക്കാഡമിക് അതുപോലെ തന്നെ നോൺ അക്കാഡമിക് ഫ്യൂച്ചർ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.